ഈ ഒരു വീഡിയോ നിങ്ങൾ ഒരിക്കലും തട്ടി മാറ്റി പോകരുത് കേട്ടോ. നിങ്ങൾ തന്നെ ഇതിൻ്റെ അഭിപ്രായം എന്താണ് നടക്കുന്നുള്ളത്, എന്താണ് സംഭവം എന്ന് ഒന്ന് കേൾക്കുക. ഈ ന്യൂസ് ഒന്ന് ഇന്ത്യക്കാർക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. ഖത്തറിലെയും സൗദിയിലെയും ബഹ്റൈനിലെയും ഇന്ത്യക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന വിദേശകാര്യ മന്ത്രാലയം അടുത്ത 2 മണിക്കൂർ നിർണായകമെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ്. ഇപ്പോഴത്തെ ഈ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ അടിയന്തരമായി ഹെൽപ്പ് ഡെസ്ക് ആരംഭിക്കാൻ മുഖ്യമന്ത്രി നോർക്കയ്ക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. മലയാളികളായ പൗരന്മാർക്ക് എല്ലാവർക്കും സഹായം എത്തിക്കുന്നതിന് വേണ്ടി നോർക്കയോട് തയ്യാറെടുക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ആക്രമണങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇറാൻ ഗൾഫ് രാജ്യങ്ങളിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട്, അമേരിക്കൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തുന്നുവെന്ന് ഇറാൻ സ്ഥിരീകരിക്കുകയാണ്. മറുഭാഗത്ത് ഇറാന്റെ പടിഞ്ഞാറൻ ഭാഗത്ത് ഇസ്രായേൽ തുടർച്ചയായ ആക്രമണം നടത്തുന്നു. അമേരിക്കൻ എയർബേസ് ലക്ഷ്യമിട്ടുള്ള മിസൈലുകൾ തടഞ്ഞതായി ഖത്തർ പറയുമ്പോഴും നിരവധി ഇടങ്ങളിൽ സ്ഫോടനങ്ങൾ, തുടർച്ചയായി സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു. ഇന്ത്യക്കാർ, മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഇതാ 2 മണിക്കൂർ നിർണായകം. എന്തും സംഭവിക്കാം. എന്തും സംഭവം. ഇതെന്ത് ഫുട്ബോളിന്റെ കമന്ററി പറയുന്നതാണ് ഇത്? എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ ഈ ഇങ്ങനെയുള്ള മീഡിയകൾ എന്തിനാണ് നിങ്ങൾ നാട്ടിലുള്ള ഫാമിലിനെ കൂടിയിട്ട് നിങ്ങൾ പേടിപ്പെടുത്തുന്നുള്ളത്? എന്തിനാണ്? നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ വിചാരം? നിങ്ങൾ ഫുട്ബോളിൻ്റെ കമൻട്രി പറയുന്നില്ല, ക്രിക്കറ്റിൻ്റെ കമൻട്രി പറയുന്നില്ല, നിങ്ങൾ ഇലക്ഷൻ്റെ റിപ്പോർട്ട് പറയുന്നില്ല, നിങ്ങളൊരു യുദ്ധം നടക്കുന്നതിനെ പറ്റിയിട്ടാണ് നിങ്ങൾ പറയുന്നത്. അതിന് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? നിങ്ങൾക്ക് ഒരു ആഘോഷമാണോ ഇത്? കിട്ടി ആഘോഷിക്കുന്നതാണോ നിങ്ങൾ ഈ യുദ്ധത്തിനെ പറ്റി? എന്തിനാണ് നാട്ടിലുള്ള കുടുംബത്തിനെയും മറ്റുള്ളവരെ നിങ്ങൾ പേടിപ്പിച്ച് അളക്കുന്നുള്ളത്? നിങ്ങൾ ന്യൂസ് പറയേണ്ടത് ഇങ്ങനെയാണോ? ഇത് കേൾക്കുമ്പോൾ നാട്ടിലുള്ള ഒരുപാട് ആളുകൾ പേടിച്ചിട്ട് വിറക്കുകയാണ്. അവർ നിൽക്കാണ്ട് ഒരുപാട് കോളുകളാണ് നമ്മൾക്ക് ചെയ്യുന്നത്. നിങ്ങളെ പോലുള്ളവർ ഈ ന്യൂസ് കേട്ടിട്ട് എന്തിനാണ് നിങ്ങൾക്ക് ന്യൂസ് ഇങ്ങനെ വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ പറയുന്നില്ല കേട്ടോ. ഒന്നും പറഞ്ഞാൽ കുറേ കൂടി പോകും. എന്തൊരു കമൻട്രി പറയുന്നതിൻ്റെ കമൻട്രി പറയുന്നതിനായിട്ട് കൂടുതൽ ആ സ്ത്രീൻ്റെ ഒരു ഇൻട്രസ്റ്റ് നോക്കി യുദ്ധം നടക്കുമ്പോൾ 2 മണിക്കൂർ എന്തും ഇവിടെ സംഭവിക്കാൻ, എന്തും ഇതാക്കാൻ. എന്താണ് നല്ല ഇതിലായിരിക്കും ന്യൂസ് പറഞ്ഞൂടെ? നിങ്ങൾക്ക് എന്താണ് വ്യൂസാണോ നിങ്ങൾക്ക് പ്രാധാന്യം ഇതുള്ളത്? ഒരു യുദ്ധത്തിൻ്റെ പേര് വെച്ചിട്ട് നിങ്ങൾ എന്തിനാണ് എൻ്റെ സഹോദരി, എൻ്റെ ന്യൂസിൻ്റെ ആൾക്കാരെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ആളുകളെ പേടിപ്പിക്കുന്നത്? ഇങ്ങനെ ചെയ്യരുത് കേട്ടാ. ന്യൂസ് കൊടുക്കുന്ന വായിക്കുന്നത് നല്ല രീതിയിൽ വായിക്കാം. ഇങ്ങനെ ഒരു പേടിപ്പെടുത്തുന്ന ഒരിത് നിങ്ങൾ വായിക്കലടാ. അൽഹംദുലില്ലാഹ് ഇവിടെ എല്ലാം സേഫ്റ്റിയാണ്. എല്ലാ രാജ്യത്തും എല്ലായിടത്തും നല്ലൊരു ഇതിലാണുള്ളത്.